ഞാനൊരു വീഡിയോ കാണിക്കാം, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. എത്ര പ്രായമുണ്ട് ആ മനുഷ്യൻ? അച്ഛൻ്റെ പ്രായമുണ്ടല്ലേ? അച്ഛൻ്റെ പ്രായമുള്ളൊരു മനുഷ്യന് 2 നായിൻ്റെ മോന്മാർ അടിക്കുകയാണ്. എന്ത് തന്നെയാവട്ടെ, ആ അടി കൊണ്ടിട്ട് ആ അച്ഛൻ്റെ വിളി ശരിക്കും പറഞ്ഞാൽ എന്ത് പറയണമെന്നറിയില്ല, സങ്കടം തോന്നിപ്പോയി. അതുപോലെ തന്നെ ഒരു ക്ഷേത്രനടയിലോ എവിടെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ഒരു പാട്ട് കേട്ടപ്പോൾ ഡാൻസ് കളിച്ചത് ഓട്ടോമാറ്റിക്കലി ഓരോ മനുഷ്യർക്കും അവരവരുടെ ഹൃദയത്തിൽ ഒരു കലയുണ്ട് അല്ലേ? പാട്ടാവട്ടെ ഡാൻസ് ആവട്ടെ ഒരു കലയുണ്ട്. അത് എല്ലാവർക്കും പ്രകടിപ്പിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരൊരു പാട്ട് കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിലെ കല പുറത്തു വരുന്നതാണ്. ഇതിപ്പോൾ കഴിച്ചിട്ട് നിന്നാലും കഴിക്കാതെ നിന്നാലും അത് സ്വാഭാവികമായിട്ടുണ്ടാവും. ഒരു ഡാൻസ് അല്ലേ കളിച്ചുള്ളൂ, തെറി പറഞ്ഞില്ലല്ലോ, ചീത്ത വിളിച്ചില്ലല്ലോ, ആരെയും ടോർച്ചർ ചെയ്തില്ല, ഉപദ്രവിച്ചില്ല. ആ മനുഷ്യൻ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഡാൻസാണ് കളിച്ചത്. ഒരു നായിൻ്റെ മോൻ കസാര എടുത്ത് ആ മനുഷ്യൻ്റെ തലയ്ക്കടിച്ചേക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങോട്ടാണ് ഈ ലോകം പോകുന്നത്? ഇവനൊക്കെ എന്താണ് ചിന്തിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. അതായത് ഇച്ചിരി തണ്ടും തടിയൊക്കെ ഉണ്ടെങ്കിൽ എന്തും ആകാം അല്ലേ? ആ നാട്ടിൽ എന്തും കാണിക്കാം എന്നുള്ളതാണോ? ഒരു നാടും ആരുടെയും സ്വന്തമല്ലെന്ന് എങ്ങനെയാണ് സ്വന്തമാകുന്നത്? ദൈവം നമ്മളെ ജനിപ്പിച്ചത് കൊണ്ട് മാത്രമാണല്ലോ നമ്മൾ ഈ ഭൂമിയിലിരിക്കുന്നത് അല്ലേ? ഒന്ന് കണ്ണു തുറന്നാൽ എല്ലാം ഭസ്മമാകാൻ ഒരു നിമിഷം മതി. നമ്മൾ അഹങ്കരിക്കരുത്, ഒന്നിനെ ആലോചിച്ചു അഹങ്കരിക്കാൻ പാടില്ല. ഇച്ചിരി തണ്ടും തടിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആ നാട്ടിലെ ഗുണ്ടയാണ്, അല്ലെ ഞാൻ ആ നാട്ടിലെ വലിയ റൗഡിയാണ്, അങ്ങനെയൊന്നുമല്ല. ഒരു മനസ്സാക്ഷി എന്നുള്ളതുണ്ട്. ഒരു വട്ടം പറയുക, 2 വട്ടം പറയുക, കേട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ ആ ഒരു സ്റ്റേജിൽ നിന്ന് അങ്ങോട്ട് എവിടെയെങ്കിലും മാറ്റിക്കൊണ്ട് നിർത്തുക. ഇങ്ങനെ ദ്രോഹിക്കരുത്. പ്രായമായ മനുഷ്യരല്ലേ, ഒന്നുമില്ലെങ്കിലും ഒരു പ്രായമായ ഒരാളല്ലേ. ആ പുള്ളിക്കാരൻ്റെ അച്ഛനെ ഓർക്കാഞ്ഞതെന്തേ? അത് വളരെ മോശമല്ലേ? ആ വിളി ശരിക്കും പറഞ്ഞാൽ ആ വിളി കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുകയാണ്. ആദ്യം ഞാൻ ആ വീഡിയോ കാണിച്ച പുള്ളിക്കാരൻ്റെ ആ സൗണ്ട്, കരച്ചിലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ആരോഗ്യമില്ല, ഒരടി കൊള്ളാനുള്ള. കാരണം മക്കളെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തി അത്ര നാളും പണിയെടുത്ത് ആ ശരീരത്തിൻ്റെ ആരോഗ്യമെല്ലാം നശിച്ച് അവസാനം വയസ്സായ കാലത്ത് അവരെന്തെങ്കിലുമൊക്കെ ആക്രി പറക്കി എന്തെങ്കിലുമൊക്കെ പറക്കി ജീവിക്കുന്ന ഓരോ വ്യക്തികളുമാണ്. എല്ലാവർക്കും ഇപ്പം ബംഗ്ലാവും മാളികയും ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല, എല്ലാവർക്കും ആ സൗഭാഗ്യവും കിട്ടിയെന്ന് വരില്ല. അത് കിട്ടാത്തവരെന്ത് ചെയ്യും? ഒരു രാജ്യത്ത് നിന്ന് വേറൊരു നാട്ടിലേക്ക് പോയി, ചിലപ്പോൾ ജനിച്ച നാട്ടിൽ താമസിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ അവർ വേറൊരു നാട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കും. ആക്രി പറക്കുന്നവരെന്താ മോശമുള്ളവരാണോ? അല്ല, അവരെ ഗതികേട് കൊണ്ടാണ് അവർ ആക്രി പറക്കുന്നത്. ആരും ആക്രി പറക്കാൻ അല്ലെങ്കിൽ വേസ്റ്റ് എടുക്കാൻ ആഗ്രഹിക്കില്ല. എന്തുകൊണ്ടാണ്? അവരെ ഗതികേട് കൊണ്ടാണ് അവർ ആ ജോലി ചെയ്യുന്നത്. അതെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു നേരത്തെ ഫുഡ് വാങ്ങാൻ കാശ് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് ആ പാവം അച്ഛനൊക്കെ കടവരാന്തിയിലാണ് കിടന്നുറങ്ങുന്നത്. അങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ ദ്രോഹിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു? നിങ്ങളൊക്കെ പട്ടുമെത്തയിലും എ സിക്കകത്തും കട്ടിലും സുഖസൗകര്യത്തിലും ഒക്കെ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ദുഃഖം എന്താണെന്ന് അറിയില്ല. അതാണ് വാസ്തവം. അതുകൊണ്ടാണ് നിങ്ങളൊക്കെയും ഇങ്ങനെ ചിന്തിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വളരെ മോശമാണത്. ഒരിക്കലെങ്കിലും ആ മനുഷ്യനെ നിങ്ങൾ കസാരയെടുത്ത് അടിച്ചു, ഒരു പക്ഷേ ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി. നിങ്ങളുടെ മരണം വരെ നിങ്ങളുടെ മനസ്സിൽ നിന്നത് പോകുമോ? ആ കുറ്റബോധം അല്ലെങ്കിൽ ആ അച്ഛൻ്റെ ശാപം നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും അത് പോകുമോ? ആ കുടുംബക്കാരുടെ കണ്ണുനീര് നിങ്ങളെ വെറുതെ വിടുമോ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനങ്ങ് അടിയാണ്, അല്ലെങ്കിൽ കുത്ത് വെട്ട് കൊല ഇതൊക്കെയാണ് ചെയ്യുക. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ആർക്ക് ക്ഷമയില്ല, എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. ക്ഷമയില്ല മനുഷ്യർക്ക്. ഇങ്ങനെയായ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും? ആരെ വിശ്വസിക്കാൻ പറ്റും, ആരെ വിശ്വസിക്കാൻ പറ്റില്ല, ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഒന്നും വളരെ എന്താ പറയുന്ന, വളരെ മൃഗീയമായിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യരൊക്കെ. ഇപ്പം ചിരിക്കുന്നവർ പിന്നെ ചിരിക്കുന്നില്ല. അവർ ഭയങ്കര വൈരാഗ്യ ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ ഒരു എന്താണ് ഭയങ്കര വ്യക്തിപരമായ എന്തോ 5 ഏക്കർ അവരെ ഒന്ന് തട്ടിയെടുത്തതുപോലത്തെ വിരോധമാണ് പിന്നീട് അവർക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ. ഈ നാടെങ്ങോട്ടാണ് പോകുന്നത്, മനുഷ്യരെങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടുത്തവുമില്ല. പ്രായമായവരെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കാമോ? പാവമല്ലേ അത്?
അവരുടെ ആ വിളി, ആദ്യത്തെ ആ ഒരു വിളി കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിനൊരു അലിവ് വേണ്ടി. കഞ്ചാവും ബ്രൗൺ ഷുഗറും അതും ഇതും ശംഭുവും ഗിംബുവും അങ്ങനെ പറയാൻ പറ്റാത്ത കുറേ സാമാനങ്ങൾ ഉപയോഗിച്ചും കൊണ്ട് യവന്മാരെയൊക്കെ തലയ്ക്ക് മത്ത് പിടിച്ചിട്ട്, ഞാൻ പറയുന്നതേ ഇതൊന്ന് നിർത്തലാക്കാൻ യവന്മാരെ കൊണ്ടൊന്നും കഴിവില്ല. യവന്മാരിതങ്ങ് വളർത്തുകയാണ് ശരിക്കും. ഒരുപാട് ലഹരി വസ്തുക്കൾ ഇപ്പോൾ പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഈ സർക്കാർ ഒരിക്കലും നിർത്തലാക്കത്തില്ല. കാരണം വളർന്നു വരുന്ന തലമുറകൾ നശിക്കണം, കുട്ടികൾ നശിക്കണം, കുടുംബക്കാരെ നശിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ കഞ്ചാവും മയക്കുമരുന്നുകൾ പുതിയ വെറൈറ്റികൾ കണ്ടുപിടിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നിർത്തലാക്കാൻ ഈ സർക്കാർക്ക് കഴിവില്ല. ആ നിർത്തലാക്കി അവരെ ഖജനാവ് അടഞ്ഞു പോകൂലേ? പണം കായ്ക്കുന്ന മരം പട്ടുപോകൂലേ? അതാണ് അവരത് ചെയ്യാത്തത്. എനിക്ക് മനസ്സിലായി. അവരത് ചെയ്യും തോറും ഓരോ കുട്ടികളും നശിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ. ഒരു കുട്ടി മരണപ്പെട്ടു, എന്താണ് പ്രയോജനം? ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടില്ലേ? ആ കുടുംബത്തിന് പോയില്ലേ? ഇനി ആ കുടുംബത്തിന് ആ മകനെ തിരിച്ചു കിട്ടുമോ? ആരോഗ്യമുണ്ടെങ്കിൽ കാശ് നമുക്ക് ഇന്നലെ നാളെ ആയാലും ഉണ്ടാക്കാം. ആരോഗ്യമുണ്ടെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. നമ്മളതെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഫേസ്ബുക്ക് തുറന്നാലോ യൂട്യൂബ് തുറന്നാലോ ആദ്യം കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് സങ്കട കാഴ്ചകളാണ്, കണ്ണുനീരിൻ്റെ കാഴ്ചകളാണ്. നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റില്ല, വളരെ പാടാണ്. നഷ്ടപ്പെടുത്താതിരിക്കാൻ നോക്കണം നമ്മൾ. അത് നിങ്ങളിൽ പലരും അത് ചെയ്യുന്നില്ല, അതാണ് വാസ്തവം. എനിക്കറിയില്ല. രാവിലെ ഇതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനോ ഇത് സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാനോ ഇതിനൊരു നടപടിയെടുക്കാനോ ആളില്ല. ഇവിടെ ആരെങ്കിലും തുണി ഉരിഞ്ഞ് കാണിച്ചാൽ അത് 10,000 പേരെടുത്ത് ട്രോളി അവരെ അങ്ങ് വളർത്തുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാനോ അല്ലെ ആ കസാര എടുത്ത് അടിച്ചവൻ ആരെന്ന് കണ്ടുപിടിക്കാനോ അവൻ എന്താണത് ചെയ്തതെന്ന് പോയി അന്വേഷിക്കാനോ ആൾക്കാരില്ല. ബാഡായിട്ട് വീഡിയോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലേഡീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ അപ്പോഴേ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് 10,000 ചാനലുകളിലിട്ട് ട്രോളി അവരെ ഒന്നുകൂടെ വളർത്തി അവർക്ക് പണം കായ്ക്കുന്ന മരം കുലുക്കിയാൽ വീഴുന്ന രീതിയിലാക്കി കൊടുക്കും. ഇതാണ് ഈ സമൂഹം. മനുഷ്യരിങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? ഒരു രക്ഷയുമില്ല. പണ്ടൊക്കെ പറയും ഒരമ്മ 10 മക്കളെ പ്രസവിക്കും, 10 പേര് 10 ക്യാരക്ടറായിരിക്കും. ഇപ്പോൾ 10 അമ്മമാർ പ്രസവിക്കുന്ന മക്കളും 10,000 ക്യാരക്ടറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അധ്വാനിക്കണം. മാന്യമായി അധ്വാനിക്കുന്നവർക്ക് ജീവിതമില്ല. മോശമായി അധ്വാനിക്കുന്നവർക്കും ജീവിക്കുന്നവർക്കും ഇന്ന് ഭയങ്കര ജീവിതങ്ങളുമുണ്ട്, അടിപൊളി സെറ്റപ്പുകളുമാണ്. മനസ്സിലാവുന്നുണ്ടോ? കാപട്യവും കപടവും ഒക്കെ കാണിക്കുന്ന ആൾക്കാർക്ക് ജീവിതം കൂടുതലാണ്. മാന്യമായി ജീവിക്കുന്നവർക്ക് ജീവിതമില്ല. അക്കപ്പോരും കവക്കൂറും കാണിച്ച് ജീവിക്കുന്നവർക്ക് സുന്ദരമായ ജീവിതം. പറയാതിരിക്കാൻ വയ്യ. ഇനിയെങ്കിലും സർക്കാരൊന്ന് ഉണർന്ന് പ്രവർത്തിക്കും. എത്രയോ പട്ടിണി പാവങ്ങൾ രക്ഷപ്പെടട്ടെ. നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറക്കും. ഓരോ ജീവിതങ്ങളും നശിച്ച് വേരെടുത്തിങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ആ കണ്ണുനീര് കണ്ട് നമ്മൾ സുഖിച്ചിട്ടോ സന്തോഷിച്ചിട്ടോ എന്താണ് പ്രയോജനം? മറ്റൊരാളിൻ്റെ കണ്ണുനീര് കണ്ടിട്ട് നമുക്ക് എന്ത് സന്തോഷം കിട്ടാനാണ് പോകുന്നത്? അതിൽ ഒരു സന്തോഷവും കിട്ടാൻ പോകുന്നില്ല. കലിപ്പ് തീരുന്നില്ല. ഒരു നാളും കട്ടക്കലിപ്പിടാ, കട്ടക്കലിപ്പ്.